കഴിഞ്ഞ വീഡിയോയിൽ പ്രൊലോഗ് ടു ദ കാൻറ്റർബറി ടെയിൽസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, നൈറ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് പാർട്ട് 1 ആയിട്ട് ഇട്ട ഒരു വീഡിയോ ആയിരുന്നു. കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടു നോക്കുക. ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ക്യാരക്ടേഴ്സിൽ നൈറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. സോ നെക്സ്റ്റ്, സ്ക്വയർ. ഹി ഈസ് ദ സൺ ഓഫ് ദ നൈറ്റ്. നൈറ്റിൻ്റെ മകനാണ് സ്ക്വയർ. 20 years ഓൾഡ് മിലിറ്ററി പേഴ്സൺ ആണ്. ഇദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് കേളി ഹെയർ ആണ്, വെൽ ബിൽറ്റ് ബോഡിയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ക്ലോത്ത്സ് ഫ്ലവേഴ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് സിംബലൈസ് ചെയ്യുന്നത് യൂത്ത്, ബ്യൂട്ടി, ഫാഷൻ ഇവയൊക്കെയാണ്. ഹി ഹാസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ മൈനർ ബാറ്റിൽസ് ബിക്കോസ് ടു ഇംപ്രസ് ഹിസ് ബിലവഡ് ലേഡി. അദ്ദേഹത്തിൻ്റെ ബിലവഡിനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് മൈനർ ബാറ്റിൽസൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഹി ഈസ് സ്കിൽഡ് ഇൻ റൈഡിങ് ഹോഴ്സസ്. ഹോഴ്സ് റൈഡിലൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ് സ്ക്വയർ. ഹി സിംഗ്സ് സോങ്സ് ആൻഡ് പോംസ് ആൻഡ് പ്ലേസ് ദ ഫ്ലൂട്ട്, ഡാൻസിങ്, റൈറ്റിംഗ്, സ്കെച്ചിങ്, ഇതിലൊക്കെ സ്കിൽഡ് ആണ് സ്ക്വയർ. അദ്ദേഹം ഹോഴ്സ് റൈഡിങ്ങിൽ മാത്രമല്ല ഇതിലൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. The square is compared to May because May is the most beautiful spring month. ഇവിടെ സ്ക്വയറിനെ മെയ് മാസവുമായി കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ് യൂത്ത്, എനർജി, ഫ്രഷ്നെസ്, ബ്യൂട്ടി എക്സെട്ര. അതുകൊണ്ടാണ് മെയ് മാസവുമായിട്ട് സ്ക്വയറിനെ കമ്പയർ ചെയ്യുന്നത്. നമ്മൾ നൈറ്റിനെ നോക്കിയപ്പോൾ നൈറ്റ് എങ്ങനെയുള്ള പേഴ്സൺ ആയിരുന്നു? സീരിയസ്, എക്സ്പീരിയൻസ്ഡ് ആൻഡ് വാർ ഹീറോ ആയിരുന്നു. പക്ഷെ ഇവിടെ സ്ക്വയറിനെ നോക്കിയാൽ സ്ക്വയർ വളരെ ജോയ്ഫുൾ, റൊമാൻറ്റിക്, പ്ലേഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇത്രയാണ് സ്ക്വയറിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നത്. അടുത്ത ക്യാരക്ടറാണ് ദ യോമാൻ. ഹി ഈസ് ദ സെർവൻറ്റ് ഓർ അറ്റൻഡൻറ്റ് ഓഫ് ദ നൈറ്റ്. ദെൻ ഹി വോർ എ ഗ്രീൻ കോട്ട് ആൻഡ് ഹുഡ്. ഇദ്ദേഹം ധരിച്ചിരിക്കുന്നത് ഒരു ഗ്രീൻ കോട്ട് ആൻഡ് ഹുഡാണ്. സോ ഇദ്ദേഹത്തെ ഒരു ഫോറസ്റ്റർ ഓർ ഹണ്ടർ ഒക്കെ ആയിട്ട് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ദെൻ ഹി ഓൾവേസ് ക്യാരിഡ് എ ബണ്ടിൽ ഓഫ് പീകോക്ക് ഫെദർ ആരോസ് ആൻഡ് ബോ ബിക്കോസ് പ്രൊഫഷണലി ഹീ ഈസ് ആൻ ആർച്ചർ. ഒരു സ്കിൽഡ് ആർച്ചറാണ് ഇദ്ദേഹം. സോ ആരോസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രൈമറി വെപ്പൺസ് ആണ്. ഹിസ് ആരോസ് വെർ വെൽ മെയ്ഡ് ആൻഡ് നീറ്റ്ലി അറേഞ്ച്ഡ്. ആ ആരോസ് ഒക്കെ വെൽ മെയ്ഡായിട്ട് ആൻഡ് നീറ്റ്ലി അറേഞ്ച് ചെയ്തിട്ടാണ് അദ്ദേഹം വെച്ചിട്ടുള്ളത്. അതുമാത്രമല്ല ഹി വാസ് സ്കിൽഡ് ഇൻ വുഡ് ക്രാഫ്റ്റ്. വുഡ് ക്രാഫ്റ്റിലും സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ് യോമാൻ. ഹി ക്യാരിഡ് എ സോഡ്, ഷീൽഡ് ആൻഡ് ഡാഗർ. പിന്നെ ഇദ്ദേഹം സെൻറ്റ് ക്രിസ്റ്റഫറിൻ്റെ ഒരു മെഡൽ ധരിച്ചിട്ടുണ്ട്. ചോസർ ഇദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്യുന്നത് വെൽ എക്യുപ്പൈഡ് ആൻഡ് പ്രാക്ടിക്കൽ മാൻ ആയിട്ടാണ് യോമാനെ ചോസർ ഇവിടെ പോർട്രേ ചെയ്യുന്നത്. അടുത്തത് പ്രയറസ്. ഇതൊരു നണ്ണാണ്. കോൺവെൻറ്റിലുള്ള ഒരു ഹെഡാണ് ഈ പ്രയറസ്. റിയൽ നെയിം എന്ന് പറയുന്നത് മാഡം എഗ്ലെറ്റൈൻ എന്നാണ്. ഒരു ജെന്റിൽ പേഴ്സൺ ആണ്. പിന്നെ വിനയത്തോടെയുള്ളൊരു ചിരിയാണ് പ്രയറസിൻ്റെ എന്ന് പറയുന്നുണ്ട്. മോഡസ്റ്റ് സ്മൈലാണ്. സെൻറ്റ് എലിജിയസിൻ്റെ പേരിലായിരുന്നു ഇവർ ഓത്ത് ചെയ്യാറുണ്ടായിരുന്നത്. ദെൻ ഹെർ സിംഗിങ് ഹാഡ് എ സ്ലൈറ്റ്ലി നാസൽ സോൺ ബട്ട് പ്ലസൻറ്റ്. അടുത്തത് പ്രയറസ് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഫ്രഞ്ച് സംസാരിക്കുമായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന്നത്തെ അപ്പർ ക്ലാസ് ആയിരുന്നു ഫ്രഞ്ച്, ലാറ്റിൻ ഇവയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കോമൺ പീപ്പിൾസ് ആയിരുന്നു ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ പ്രയറസ് ഫ്രഞ്ച് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അപ്പർ ക്ലാസ് ലേഡിയെ പോലെ ആണ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ ഇവർ യൂസ് ചെയ്യുന്ന ഫ്രഞ്ച് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ആയിരുന്നില്ല. ഷീ ഡിഡ് നോട്ട് നോ പാരീഷ്യൻ ഫ്രഞ്ച്. സംസാരിച്ചിരുന്നത് റിയൽ പാരീഷ്യൻ ഫ്രഞ്ച് ആയിരുന്നില്ല. ദെൻ ഷീ ഹാഡ് എക്സലൻറ്റ് ടേബിൾ മാനേഴ്സ്. വളരെ നീറ്റായിട്ടാണ് പ്രയറസ് ഫുഡ് കഴിക്കുന്നത്. Then she was cheerful, present and charming, very kind. ഇടയ്ക്ക് അവൾ കോഡ്ലി മാനേഴ്സ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബിക്കോസ് ഷീ വാണ്ടഡ് ടു റെസ്പെക്റ്റ്. അടുത്തിവിടെ പറയുന്നത് പ്രയറസ് കുറച്ച് ഡോഗ്സിനെയൊക്കെ വളർത്തുന്നുണ്ട്. വളരെയധികം കരുണയുള്ള സ്ത്രീയാണ് പ്രയറസ് എന്നിവിടെ പറയുന്നു. ഷീ ഹാഡ് എ വെരി ടെൻഡർ ഹാർട്ട്. ഇനി പ്രയറസിൻ്റെ കുറച്ച് ഫിസിക്കൽ അപ്പിയറൻസ് ആണ് ഇവിടെ പറയുന്നത്. വെൽ ഷേപ്ഡ് നോസ്, ഗ്രേ ഐസ്, എ സ്മോൾ സോഫ്റ്റ് റെഡ് മൗത്ത് ആൻഡ് ഷീ ഹാഡ് എ ബ്രോഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഫോർഹെഡ്. ദെൻ ഷീ വോർ നീറ്റ് ആൻഡ് എലഗൻറ്റ്.
പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ഓഫ് കോറൽ ബീഡ്സ് വിത്ത് ഗ്രീൻ ഡെക്കറേഷൻ, കോറൽ ബീഡ്സും ഗ്രീൻ ഡെക്കറേഷൻസ് ഒക്കെ ഉള്ള ഒരു ബ്രേസ്ലെറ്റ് ധരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബ്രൈറ്റ് ഗോൾഡ് ബ്രൂച്ചും പ്രയറസിന് ഉണ്ട്. ആ ബ്രൂച്ചിൽ എ എന്നും അമോർ വിൻസിറ്റ് ഒമിനിയ എന്നും എഴുതിയിട്ടുണ്ട്. അമോർ വിൻസിറ്റ് ഒമിനിയ എന്നത് ഒരു ലാറ്റിൻ ലാംഗ്വേജ് ആണ്. ലവ് കോൺക്വേഴ്സ് ഓൾ എന്നാണ് അതിൻ്റെ മീനിങ്. പ്രയറസിൻ്റെ കൂടെ മറ്റൊരു നണ്ണും കൂടാതെ 3 പ്രീസ്റ്റും ഉണ്ടായിരുന്നു. ഇത്രയാണ് പ്രയറസിനെ കുറിച്ചിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് മോങ്ക്. ഹി ഈസ് ആൻ ഇംപ്രസീവ് ആൻഡ് വെൽ ബിൽറ്റ്. ഹൈ പൊസിഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളായാണ് മോങ്കിനെ ഇവിടെ പറയുന്നത്. അദ്ദേഹം എപ്പോഴും ഔട്ട്സൈഡൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരാളായിരുന്നു. ഹണ്ടിങ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് സ്വന്തമായി കുറേ ഹോഴ്സ് ഉണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വെൽത്തിനെയാണ്. ഹി ഓൾവേസ് പ്രിഫേഴ്സ് ലക്ഷറി ആൻഡ് ഡിസ്പ്ലേ ഓവർ ഡിവോഷൻ. അടുത്തത് സ്വാൻ മീറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു നമ്മുടെ മോങ്ക് എന്ന് പറയുന്നത്. മിഡീവൽ പീരീഡിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു ഈ സ്വാൻ മീറ്റ്. Then he rejects traditional religious discipline and also he openly rejects religious authority. അദ്ദേഹം റിലീജിയസ് അതോറിറ്റിയെ ഒക്കെ ഓപ്പൺലി റിജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആളായിരുന്നു. ഇതിൽ ഓസ്റ്റിൻ എന്നൊരു വേർഡ് കാണാം. സെയിൻറ്റ് ഓഗസ്റ്റിൻ ഓഫ് ഹിപ്പോനെയാണ് ഈ വേർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതൊരു സെയിൻ്റ് ആണ്. ഇദ്ദേഹത്തിൻ്റെ റിലീജിയസ് ഡിസിപ്ലിനെയും ഒക്കെ മോങ്ക് റിജക്റ്റ് ചെയ്യുന്നത് നമുക്കിതിൽ കാണാം. അടുത്ത് പറയുന്നത് മോങ്ക് ഒരു റിച്ച് നോബിൾ മാനായി ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഹി ലിവ്സ് ലൈക്ക് എ റിച്ച് നോബിൾ മാൻ, നോട്ട് എ മോങ്ക്. ഇനി അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിയാൽ വെൽ ഹെൽത്തി ആൻഡ് എനർജറ്റിക് അപ്പിയറൻസ് ആണ്. ഹി ലുക്സ് ലൈക്ക് എ ഗുഡ് റിലീജിയസ് ലീഡർ. ബട്ട് ശരിക്കും ശരിയായ ഒരു റിലീജിയസ് ലീഡർ ആയിരുന്നില്ല മോങ്ക്. ഇവിടെ മോങ്കിനെ ആൻറ്റി ഐഡിയൽ റിലീജിയസ് ഫിഗറായാണ് ചോസർ പോർട്രേ ചെയ്തിരിക്കുന്നത്. ദെൻ ഫ്രെയർ. ഹെർബർട്ട് എന്നാണ് ഫ്രെയറിൻ്റെ റിയൽ നെയിം. ഹി വാസ് വെരി ഹാൻഡ്സം ആൻഡ് ഫിസിക്കലി സ്ട്രോങ്. ഒരു റിലീജിയസ് ഫിഗറാണ് ഫ്രെയർ. ആൻഡ് ഫൺ ലവിങ് ആൻഡ് ചിയർഫുൾ ആയിട്ടുള്ള ആളാണ്. ഫ്രെയർ സെഡ്യൂസ് മെനി വിമൻ ആൻഡ് ട്രൈ ടു ഹൈഡ് ഇറ്റ്. ഈ സെഡ്യൂസ് ചെയ്ത വിമൻ്റെ മാരേജ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഒരു സിന്ന് അദ്ദേഹം ഹൈഡ് ചെയ്തിരിക്കുന്നത്. ഹി അറേഞ്ച് മെനി മാരേജ് ഫോർ യങ് വിമൻ. ദെൻ ഹി വാസ് എ ലിമിറ്റർ. ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് ചില സ്പെസിഫിക് ഏരിയാസിൽ ബെഗ് ചെയ്യാൻ അലോഡ് ആയിരുന്നു. ദെൻ കൺഫെഷൻ കേൾക്കാൻ പാരിഷ് പ്രീസ്റ്റിനേക്കാളും ബെറ്റർ താനാണ് എന്ന് ഫ്രെയർ ക്ലെയിം ചെയ്യുന്നത് കാണാം. ഫ്രെയറിന് അതിനുള്ള ഒഫീഷ്യൽ ലൈസൻസും ഉണ്ട്. അദ്ദേഹം ജെന്റിലായിട്ട് കൺഫെഷൻ കേൾക്കുകയും പെട്ടെന്ന് ഫോർഗിവ്നെസ് കൊടുക്കുകയും ചെയ്യും. ചിലപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ബാഗ് ഫുള്ള് വിമൻസിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റാണ്. അടുത്തതായി പറയുന്ന അദ്ദേഹം ഒരു ഗുഡ് സിംഗറാണ്. ഗുഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യുന്ന ഒരാളാണ്. കൂടാതെ ബെസ്റ്റ് സ്റ്റോറി ടെല്ലറും ആയിരുന്നു. ദെൻ ഹി ഓൾവേസ് അവോയ്ഡ് ലെപ്പർ ആൻഡ് ബെഗർ ബിക്കോസ് അവരുടെ കയ്യിൽ നിന്ന് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒന്നും അദ്ദേഹത്തിന് കിട്ടില്ല. സോ അദ്ദേഹം എപ്പോഴും പ്രയോറിറ്റി കൊടുത്തിരുന്നത് വെൽത്തി ഓർ റിച്ച് പീപ്പിൾസിനായിരുന്നു. റിച്ച് പീപ്പിൾസിനായിരുന്നു എപ്പോഴും അവരോട്, ആ റിച്ച് പീപ്പിൾസിനോട് എപ്പോഴും ഒരു പൊളൈറ്റ് ആയിട്ടാണ് ഇദ്ദേഹം സംസാരിച്ചിരുന്നത്. സോ ഫ്രയർസിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ബെസ്റ്റ് ബെഗർ ആയിരുന്നു അദ്ദേഹം. ഹി ഏൺ മോർ ഫ്രം ബെഗിങ് ദാൻ ഹിസ് ഒഫീഷ്യൽ ഇൻകം. എപ്പോഴും എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോത്ത്സ് മാത്രമേ ഇദ്ദേഹം വോർ ചെയ്യാറുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള റിലീജിയസ് ഡ്രസ്സൊന്നും ഇദ്ദേഹം ധരിച്ചിരുന്നില്ല. സോ ഇത്രയുമാണ് ഫ്രയറിനെ കുറിച്ചിട്ട് ഉള്ളത്. ദെൻ മെർച്ചൻറ്റ്. പ്രൗഡ് ആൻഡ് റിച്ച് ലുക്കുള്ള ആളാണ് മെർച്ചൻറ്റ്. സ്പ്ലിറ്റ് ബിയേർഡ് ആയിട്ടുള്ള ആളാണ്. മൾട്ടി കളേർഡ് ഡ്രസ്സായിരുന്നു ധരിച്ചിരുന്നത്. ഹോഴ്സിലിരുന്നാണ് കൂടുതലും യാത്ര ചെയ്യുന്നത്. സോ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ആൻഡ് സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നത്. കൂടാതെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഹാറ്റ് ധരിച്ചിട്ടുണ്ട്. ബൂട്ട്സ് വെൽ നീറ്റ് ആൻഡ് സ്റ്റൈലിഷ് ആയിരുന്നു. വെൽ ഡ്രസ്സിങ്ങിലായിരുന്നു അദ്ദേഹം എപ്പോഴും ഉണ്ടായിരുന്നത്. മെർച്ചൻ്റ് എപ്പോഴും സീരിയസ് ആയി മാത്രമാണ് സംസാരിച്ചിരുന്നത്. കൂടാതെ എപ്പോഴും പ്രോഫിറ്റിനെ കുറിച്ച് മാത്രം സംസാരിച്ചു. മെർച്ചൻ്റ് എപ്പോഴും ആഗ്രഹിക്കുന്നത് സീ റൂട്ട്സ് ഒക്കെ എപ്പോഴും സേഫ് ആയിരിക്കാനാണ്.
ബിക്കോസ് സേഫ് ആയിട്ടുള്ള ട്രേഡിന് വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ട്രേഡ് ലൊക്കേഷൻസ് ആണ് മിഡൽബർഗും ഓർവെലും. മെർച്ചൻ്റ് മണി എക്സ്ചേഞ്ച് ബിസിനസ്സിൽ എക്സ്പേർട്ട് ആയിരുന്നു. പക്ഷേ ഇത്രയൊക്കെ എക്സ്പേർട്ട് ആയിട്ടും മെർച്ചൻറ്റിന് ഡെപ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് മെർച്ചൻറ്റിന് അത് നന്നായിട്ട് ഹൈഡ് ചെയ്യാൻ അറിയായിരുന്നു. വളരെ കോൺഫിഡൻ്റ് ആയ, വളരെ റെസ്പെക്റ്റബിൾ ആയ ഒരു ക്യാരക്ടറാണ് ഈ മെർച്ചൻറ്റ്. ഇദ്ദേഹത്തിൻ്റെ റിയൽ നെയിം ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇത്രയുമാണ് മെർച്ചൻറ്റിനെ കുറിച്ചിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത്.